തെക്കുപടിഞ്ഞാറൻ ജപ്പാനിൽ വീശിയടിച്ച ജഗ്മി ഉഷ്ണമേഖല ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം. ശക്തമായ കാറ്റിലും മഴയിലും പെട്ട 9 പേർക്ക് പരിക്കേറ്റതായാണ് ഔദ്യോഗിക വിവരം. 10,000-കണക്കിന് വീടുകളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുകയും 100-കണക്കിന് വിമാന സർവീസുകൾ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം ടൈഫൂൺ വിഭാഗത്തിലായിരുന്ന ജഗ്മിയെ പിന്നീട് തീവ്രത കുറഞ്ഞ ഉഷ്ണമേഖല ചുഴലിക്കാറ്റായി തരം താഴ്ത്തുകയായിരുന്നു. തിങ്കളാഴ്ച ഒക്കിനാവ ദ്വീപിൽ വീശിയടിച്ച കാറ്റിപ്പോൾ വടക്ക് ദിശയിലേക്കാണ് നീങ്ങുന്നത്. ജപ്പാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം രാജ്യത്ത് ശക്തമായ തിരമാലകൾക്കും മണ്ണിടിച്ചിലിനും പ്രളയത്തിനുമുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒക്കിനാവയിലെ 17,000-ഓളം വീടുകളിലും കഗോഷ മേഖലയിലെ 30,000-ലധികം വീടുകളിലും ചൊവ്വാഴ്ച രാവിലെ മുതൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴുകയും കെട്ടിടങ്ങളിൽ നിന്ന് വസ്തുക്കൾ തെറിച്ചു വീണുമാണ് ആളുകൾക്ക് പരിക്കേറ്റത്. ക്യൂഷു ദ്വീപിലെ മിയാസാക്കി നഗരത്തിലുള്ള ആളുകളോട് വീടുകൾ ഒഴിഞ്ഞു പോകാൻ പ്രാദേശിക ഭരണകൂടം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജപ്പാനിലെ പ്രമുഖ വിമാന കമ്പനികളായ ഓൾ നിപ്പോൺ എയർവേസും ജപ്പാൻ എയർലൈൻസും ചേർന്ന് തിങ്കൾ മുതൽ ബുധൻ വരെയുള്ള ദിവസങ്ങളിലായി 600-ഓളം സർവീസുകളാണ് റദ്ദാക്കിയത്. ബുധനാഴ്ചയോടെ കാറ്റ് തലസ്ഥാനമായ ടോക്കിയോയിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കും അടുക്കുന്നതിനാൽ ട്രെയിൻ ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനങ്ങൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ചീഫ് ഗവൺമെന്റ് വക്താവ് മിനൂരി കിഹോരി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ കഴിയുന്നവർ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു.